നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 4-ാമത്തെ അധ്യായം അതിൽ 25-ാമത്തെ ശ്ലോകം 10-ാമത്തെ ഭാഗം ആയിട്ട് വാചികം പറയണു. ഓം സ്ത്രീശൂദ്രദ്വിജബന്ധൂനാം ത്രയീനാ ശ്രുതി ഗോചര കർമ്മശ്രേയസി മൂഢാനാം ശ്രേയ ഏവം ഭവേദിഹ ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിനാ കൃതം. 3 വരികളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ ശൂദ്ര ദ്വിജ ബന്ധൂനാം, സ്ത്രീകൾക്ക്, ശൂദ്രന്മാർക്ക്, ബ്രാഹ്മണരിൽ താണ ഓരോരുത്തർക്കും, ഇപ്പോൾ ക്ഷത്രിയ വൈശ്യ ശൂദ്രർക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് സാരം. അതാണ് ത്രയി വേദം. ഈ ഋക്ക് യജുസ് സാമം, അഥർവം പറഞ്ഞിട്ടില്ല. ഋക്ക് യജുസ് സാമം, ഈ 3 വേദങ്ങൾ ശ്രുതി ഗോചര, കേൾക്കാൻ പാടില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. വേദം മറ്റുള്ളവർക്ക് കേൾക്കാൻ പാടില്ല. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അതിനെ വേണ്ട രീതിയിൽ സ്വരസ്ഥാനങ്ങളോട് കൂടിയിട്ട്, അതല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തെ വേണ്ട രീതിയിൽ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റാത്തവർക്ക്, ഇപ്പോൾ ഒരേ കാര്യം തന്നെ നമ്മൾ ബ്രാഹ്മണർ പറയുമ്പോൾ ആ ബ്രാഹ്മണർ എടുക്കുന്നതും അത് ക്ഷത്രിയർ എടുക്കുന്നതും ശൂദ്രർ എടുക്കുന്നതും തമ്മിൽ വ്യത്യാസം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സാരത്രയേ ഉള്ളൂ. നമ്മുടെ രജോ ഗുണത്തിനും തമോ ഗുണത്തിനും അതേപോലെ തന്നെ സാത്വിക ഗുണത്തിനും അനുസരിച്ച് ഈ അർത്ഥത്തെ എടുക്കുന്നത് വ്യത്യാസമുണ്ടാകും. ഇതിനെ ഉൾക്കൊള്ളാതെ കണ്ട് മറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ഒരേപോലെയല്ല ഒരേ കാര്യത്തിനെ എടുക്കുക, അതുതന്നെയാണ് വ്യത്യാസം. അപ്പം അതുകൊണ്ട് ഈ വേദം വേണ്ട രീതിയിൽ ഉപയോഗിക്കാനോ അതിന് അർഹതയില്ലെങ്കിൽ ഗുരുപദേശത്തോട് കൂടിയിട്ടല്ലാതെ കണ്ട് ഇതെടുക്കാൻ പാടില്ല. ഗായത്രി ഉൾപ്പെടെയുള്ള സകലതും അങ്ങനെയാണ്. ഓങ്കാരം, ഗായത്രി, ഇതൊക്കെ ഇന്നിപ്പോൾ സാർവത്രികമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയല്ല. കാരണം അത് അങ്ങനെയല്ല, അതിൻ്റെ നിയമം അങ്ങനെയല്ല. അപ്പോൾ അത് ബ്രാഹ്മണർ മാത്രമേ പാടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ജാതി പറഞ്ഞു നോക്കിയോ. അപ്പോൾ അതൊന്നല്ല അതിൻ്റെ കാര്യം. ഭക്തന്മാർ പറഞ്ഞാൽ അതൊക്കെ ശരിയാണ്. ഭക്തിയുള്ളവർ, അതിൻ്റെ പോസിറ്റീവ് തിങ്കിങ് ഉള്ളവർ ആർക്ക് വേണിച്ചാൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാം, അത്രയേ ഉള്ളൂ. അതല്ലെങ്കിൽ അതിൻ്റെ വിപരീതം എന്തെങ്കിലും വരുമോ എന്നുള്ള അറിയില്ല. അതുകൊണ്ട് പേടിച്ചിട്ടാണ്, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ വിഷയം അത്രയേ ഉള്ളൂ. നമ്മൾ ഇത് ലോകഹിതത്തിന് വേണ്ടിയിട്ട് ഈ ശബ്ദവീചികൾ പുറമേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു കമ്പനം ഈ പ്രകൃതിക്ക് മുഴുവൻ വരുന്നുണ്ട് എന്ന് ഇപ്പോൾ ശാസ്ത്രവും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവൃത്തികൾ എല്ലാം പോസിറ്റീവാണെങ്കിൽ അത് കുഴപ്പമില്ല. നമ്മുടെ പ്രവൃത്തികൾ നെഗറ്റീവ് ആയതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ ഇത്രയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അടിപിടി ഉണ്ടാവണോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ മനസ്സിരുത്തി ഓടിക്കുക വെച്ചാൽ അപകടമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരാൾ മനസ്സിരിച്ചാൽ പറയാം, 2 പേരും മനസ്സിരുത്തണ്ടേ, അപ്പോഴല്ലേ അപകടം ഇല്ലാണ്ട് വരുള്ളൂ. അപ്പോൾ 2 പേർക്കും എന്തുകൊണ്ടോ അത് പറ്റുന്നില്ല, ഒരാൾക്കേ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല, ഇങ്ങോട്ട് വന്ന് മുട്ടിയാലും പ്രശ്നമായി. എന്തുകൊണ്ട് അങ്ങനെ വരണു? അവിടെ എന്തോ ഒരു സാഹചര്യത്തിന് ആ ഡ്രൈവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. അത് ആ കുഴപ്പം എന്ത് തന്നെ ആയാലും ശരി, അത് വാഹനത്തിൻ്റെ കുഴപ്പമായാലും ശരി, മറ്റെന്തെങ്കിലും കുഴപ്പമായാലും അതൊരു കുഴപ്പം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക്, ഇപ്പോൾ ഉച്ചരിക്കുന്ന ശബ്ദങ്ങൾക്ക്, അതിൻ്റെ ശബ്ദവീചികൾക്ക് ഒക്കെ ഇതിൽ പങ്കുണ്ട് എന്ന് വെച്ചാൽ അത്രയും എന്താ പറയുക, ഈ ഏറ്റവും സൂക്ഷ്മമായിട്ട് കൂടിയും അത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് തന്നെയാണ്. അല്ലാണ്ട് അതിൽ വേറൊരു നിഷേധങ്ങളൊന്നും ഇല്ല. ആരെയും നമ്മൾ ഇകഴ്ത്തി കാണുന്നില്ല. അതായത് കളിയാക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള അർഹത ഇല്ല എന്ന് പറയുമോ, അതൊന്നുമല്ല. അങ്ങനെയൊന്നല്ല അതിൻ്റെ കാര്യം. എല്ലാവർക്കും അർഹതയുണ്ട്. എല്ലാവർക്കും എങ്ങനെയാണ് അർഹത ഉണ്ടാവുക? ഈ ഭക്തി ഭാവം ഏറ്റവും മുമ്പിൽ നിൽക്കണം. ഭക്തി ഉണ്ടാവുകയേ വേണ്ടൂ. എന്നാൽ പിന്നെ ഇതൊക്കെ കുറച്ചേ സ്വീകരിക്കാം. അപ്പോൾ ഇതിന് ചില എക്സ്ക്യൂസസൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുമുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ വേദാധികാരം ഇല്ല എന്നുള്ളത് പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. ഭക്തന്മാർക്ക് അതിന് അധികാരമുണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ ഗുണൂരിട്ടിട്ട് കാര്യമില്ല. അഥർവവേദമാണ്, ദുർമന്ത്രവാദം ചെയ്യണം വെച്ചാൽ അതിന് അർഹത ഇല്ല എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. കാരണം ദുർമന്ത്രവാദം ചെയ്യുമ്പോൾ അന്യനെ ഉപദ്രവിക്കലാണ്, അത് ഹിംസയാണ്. ഏതെങ്കിലും തരത്തിലായാലും ഉപദ്രവിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യരുത്. അത് അർഹതയില്ല എന്ന് തന്നെ അതിൻ്റെ സാരം, അത്രയേ ഉള്ളൂ. ബ്രാഹ്മണനായിട്ട് കാര്യമില്ല. അപ്പോൾ കർമ്മശ്രേയസി ആവണം. ഈ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം, ശ്രേയസ് എല്ലാവർക്കുമായിട്ട് കിട്ടണം. ഒരാൾക്ക് മാത്രം കർമ്മത്തിൻ്റെ ശ്രേയസ് കിട്ടുക, അല്ലെങ്കിൽ ആ ക്ലയൻറ്റിന് മാത്രം ശ്രേയസ് കിട്ടുക, അങ്ങനെ ആവരുത്. എല്ലാവർക്കുമായിട്ട്. ഞാൻ പറയാറ് തന്നെയുണ്ട്, എൻ്റെ പൂജകൾക്കൊക്കെ, വായനകളുടെ ഇടയ്ക്കുള്ള പൂജകൾക്ക് വരുമ്പോൾ അത് വായന കേൾക്കാൻ വരുന്നവരോട് ഞാൻ ഒരിക്കൽ അത് പറഞ്ഞപ്പോൾ ചിലർക്ക് ആലോചിക്കും, ആചാര്യന് പോലും, ഞാനല്ല ആചാര്യനായിരുന്നു, വേറെ ആളുണ്ടായിരുന്നു. ആചാര്യമായിട്ട് ഞാൻ പോയതൊക്കെ അവിടെ ചെന്നപ്പോൾ ഒരാൾ വന്നപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ അവരോട് പറഞ്ഞത് ഇതാണ്, ഇവിടെ ഈ കാര്യം നടക്കുമ്പോൾ
ഇത് നിങ്ങൾ എന്തിനാ വന്നത്? ഓഡിയൻസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ വന്നത്? നിങ്ങൾ ഇവിടുത്തെ ഈ ഒരു ആവശ്യത്തെ നിറവേറ്റാൻ നിങ്ങളുടെ പുണ്യം ഇവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള ആചാര്യൻ അങ്ങനെ ധരിച്ചിട്ടൊന്നുമില്ല. എക്സ്പീരിയൻസ്ഡാണ്, സീനിയറാണ്, പ്രഗത്ഭനാണ്, പണ്ഡിതനാണ്. പക്ഷെ ഈ കാര്യം അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. അദ്ദേഹം എന്നെ നിഷേധിക്കേണ്ടായത്. എന്നെ നിഷേധിച്ചെന്ന് മാത്രമല്ല, ഞാൻ ചെന്ന ആ സ്ഥലത്ത് അവർക്ക് ഇതിനെ വിപരീതമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പം അതാണ് പാക്കണ്ട്. ഈ ക്ലയൻറ്റ് എന്താവശ്യത്തിനാണോ ഈ കാര്യം നടത്തുന്നത് അതിൻ്റെ പാർട്ടിസിപ്പൻസിന് ഈ പങ്കുണ്ട്. ഈ ക്ലയൻറ്റിൻ്റെ ആവശ്യം നടത്തി കൊടുക്കാനായിട്ടൊരു പുണ്യം ദാനം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനാണ് അവർ വിളിച്ചു വരുത്തുന്നത്, ഈ അന്നദാനം കൊടുക്കുന്നതും. അതിനെ നമ്മൾ പറയണം. അപ്പം നമ്മൾ പറഞ്ഞാൽ പിന്നെ അവർ വരില്ല എന്നാണ് എന്നോട് പറഞ്ഞതേ. അവർ വരണ്ട, ഇതിന് താല്പര്യമുള്ളവർ വന്നാൽ മതി. ലോകഹിതം ആവണം. ഒരാൾക്ക് വിഷമമുണ്ടെങ്കിൽ ആ വിഷമത്തെ സഹായിക്കാനാവണം ഈ വരവ്. ഇങ്ങനെ ഇത് കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? ഭാഗവത കിട്ടണതേ. ഈ ഭാഗവതം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങടെ എത്ര പുണ്യം കൊടുത്താലും അതിനേക്കാൾ കൂടുതലാണ് ഭാഗവതത്തിൻ്റെ മൂല്യം. അപ്പോൾ ഇതിനെ വിശദീകരിച്ച് പറഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാൻ തരായില്ല വെച്ചാൽ അതാണ് ഇപ്പം നേരത്തെ പറഞ്ഞ ഈ ദുർമേധൈഹി പുരുഷൈഹി. അതാണ് ദുർമേധസ്. നമുക്കതിനെ മനസ്സിലാവുന്നുണ്ട്. ഞാനത് പറയാറുമുണ്ട്, എല്ലാവരോടും പറയാറുണ്ട്. ഇപ്പോൾ അമ്പലത്തിൽ വരുന്നു, എല്ലാവരും കൂടിയിട്ട് ഭാഗവതം കേൾക്കാൻ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അമ്പലത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ്. ഈ അമ്പലത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് കിട്ടുമ്പോൾ ഭഗവാനാണ് അതിൻ്റെ ആ ശ്രേയസ് കിട്ടുക. ഭഗവാൻ അത് നമുക്ക് തിരിച്ചു തരും. 2 തരത്തിലാണ് തരിക. ഒന്ന് ഭഗവത് അനുഗ്രഹമായിട്ടും പിന്നെ ഭാഗവതം നമ്മുടെ ഉള്ളിലേക്ക് കയറി എന്നുള്ള നമ്മുടെ 2 ഫലമാണ്. അപ്പം ഈ 2 ഫലവും നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം സ്വീകരിക്കാൻ. എങ്ങനെ? നമ്മുടേതായത് മുഴുവൻ ഭഗവാന് കൊടുത്തുകൊണ്ട്. അപ്പോഴാണ് അമ്പലത്തിന് ശ്രേയസ് കിട്ടുക. അതിനെ പറയണം. അങ്ങനെ പറഞ്ഞ് അവരെ കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് വേണം. അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ കുഴപ്പമൊക്കെ വന്നത്. അപ്പോഴേ അത് നേരെയുള്ളൂ. അല്ലാണ്ട് ഞാൻ പറയുന്നത് എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ചിന്തിക്കുകയേ പാടില്ല. അവിടെയാണ് കുഴപ്പം. അപ്പം എന്താണ്? കർമ്മരൂപമായിട്ടുള്ളത് ശ്രേയസ്സായിട്ട് വരണം. അതാണ് കർമ്മ ശ്രേയസി. പിന്നെയോ മൂഢാന, ഇതിൻ്റെ അറിവ് ഇല്ല. ഈ മൂഢാന എന്ന് പറഞ്ഞത് അവർ വിഡ്ഢി എന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ ഈ ബുദ്ധി ഇപ്രകാരത്തിൽ അവർക്ക് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരെല്ലാ കാര്യത്തിലും പല കാര്യങ്ങളിലും നമ്മളെക്കാൾ മീതെയാണ്. ആചാര്യസ്ഥാനത്തിൽ ഞാൻ ഇരിക്കണു, എനിക്ക് ആകെ അറിയാവുന്നത് ഈ ഭാഗവതത്തിൽ എന്തെങ്കിലും മാത്രമാണ്. മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ മൊബൈൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എനിക്കറിയില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇതിനെ ഇപ്രകാരത്തിൽ പറഞ്ഞ് എന്നിലുള്ളത് അങ്ങോട്ടും അവരിലുള്ളത് ഇങ്ങോട്ടും തരുന്നില്ല. അങ്ങോട്ട് ഞാൻ കൊടുക്കുന്നു, ഇങ്ങോട്ട് എനിക്ക് തരുന്നില്ല. ഇത് മ്യൂച്വലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ പൂർണ്ണഫലം ആർക്ക് കിട്ടുക? ലോകത്തിന് കിട്ടുക. അതാണ് ഭഗവാൻ ഇഷ്ടം. അപ്പോഴാണ് ഭഗവാന്റെ പ്രീതി കിട്ടുക. ഇതിനെ ബോധ്യപ്പെടുത്തണം. ഈ വന്ന ആളുകൾ ഈ ക്ലയൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ പുണ്യം ഇതാ ഞാൻ ദാനം ചെയ്യുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് അവിടെ പങ്കെടുക്കാനായിട്ട്. അപ്പോൾ ഈ മൂഢത്വം വരില്ല. അപ്പോൾ കർമ്മശ്രേയസി മൂഢാനാം, മാത്രമല്ല ഇഹ ശ്രേയ, ഇവിടെയും അതിൻ്റെ ശ്രേയസ് കിട്ടും. എല്ലാ വർധനവും കിട്ടും. ധനായാലും ശരി, വിദ്യയായാലും ശരി, വർധനവ്, സുഖമായാലും ശരി, ഒക്കെ വർധനവ് കിട്ടും. പിന്നെയോ ഏവം ഭവേത് ഇതി, ഇങ്ങനെ ഭവിക്കുക തന്നെ ചെയ്യും. ഇത് ഉറപ്പിച്ചു വ്യാസൻ. എന്നിട്ടാണ് ഭാരതം ആഖ്യാനം. ഭാരതം എന്ന കഥ മുനിനാകൃതം, മുനിയാൽ ഉണ്ടാക്കപ്പെട്ടത്. അപ്പോൾ ഭാരതം മാത്രമല്ല കേട്ടോ, ഇവിടെ ഭാരതം എന്ന് മാത്രമാണ് പറഞ്ഞത്. ഭാരതം തൊട്ട് മറ്റ് 17 പുരാണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതെന്തിനു വേണ്ടി ചെയ്തു? ഈ ലോകത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ട് ചെയ്തു. എന്നിട്ടും സമാധാനമാകാത്തത് കൊണ്ട് എല്ലാറ്റിൻ്റെയും സാരമെടുത്തുകൊണ്ട് ഭാഗവതം ഉണ്ടാക്കി എന്നാണ് ഇനി പറയാം. സ്ത്രീ ശൂദ്ര ദ്വിജ ബന്ധൂന, സ്ത്രീകൾക്ക്, ശൂദ്രന്മാർക്ക്, കുട്ടികൾക്ക്, അത് പറഞ്ഞിട്ടില്ല അവിടെ. കുട്ടികൾക്ക് അത്രയ്ക്കുള്ള അറിവുണ്ടാവില്ലേ, കാരണം ചെറിയ കുട്ടികളല്ലേ. അവർക്കിങ്ങനെ വലുതായി വന്നിട്ട് പഠിച്ചിട്ടൊക്കെ വേണം. ദ്വിജ ബ്രാഹ്മണത്വം, ബന്ധൂനാം. അപ്പോൾ ഇങ്ങനെയുള്ള അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ താണവർ എന്നുവെച്ചാൽ അവരുമായിട്ട് ബന്ധപ്പെട്ടവർ എന്നാണ്. അതുപോലെയുള്ളവർ, ആദി എന്നുള്ള അർത്ഥം. അവിടെ ബന്ധു എന്നുള്ളതിൻ്റെ അർത്ഥം ആദി, ഇത് ഇങ്ങനെയുള്ളവരും എന്നുള്ള അർത്ഥത്തിലാണ്. സ്ത്രീ ശൂദ്ര ദ്വിജ
ആദി അത്രേ വേണ്ടു. ബാല, ആദി എന്നൊക്കെ കൂട്ടി ചേർക്കാം. അങ്ങനെ പലതുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ത്രയി ന ശ്രുതി ഗോചര, ഈ 3 ത്രയി വെച്ചാൽ അവിടെ വേദം എന്നാണ് അർത്ഥം. അവിടെ 4 വേദം ഒരേപോലെ തന്നെയാണ്. 3 വേദം എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ 3 പറയാറുള്ളൂ എന്നുള്ള. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ അഭിചാരാദി കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ് 4ാമത്തെ വേദം വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ 3 വേദത്തിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് എടുത്തതാണ് ഈ 4ാമത്തെ വേദം. അഥർവവേദം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ത്രയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഋക്ക് സാമ 3 വേദങ്ങളാണ്. അപ്പോൾ ഈ വേദങ്ങളെ ന ശ്രുതി ഗോചര, കേൾക്കാനുള്ള അർഹതയില്ല എന്ന് വെച്ചിട്ടുണ്ട്. അപ്പം അതിലൊരു അബദ്ധം പറ്റിയതാണ്. ആരോ യാദൃശികമായിട്ട് വേദം ചൊല്ലുമ്പോൾ അടുത്തു കൂടെ പോയപ്പോൾ ചെവിയിൽ മുരുക്കി ഒഴിച്ചു. ഇതൊക്കെ പാഖണ്ഡാണ്. ഇത് കേൾക്കാനായിട്ട് അവിടെ വന്നിരിക്കേണ്ട. അർഹതയുണ്ടെങ്കിൽ കേൾക്കാൻ ഭഗവാൻ അർഹത കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളതിനെ വേണ്ട രീതിയിൽ സ്വീകരിച്ചില്ല. അന്നത്തെ ബ്രാഹ്മണർ ഏതോ ആൾക്കാർ, എല്ലാവരും ഒന്നുമില്ല. ഒരാൾ ഇപ്പോൾ 10 ലക്ഷത്തിൽ ഒരാളെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ ഒരാൾ ചെയ്തത് മാത്രമായി അത് ടോട്ടൽ എല്ലാവരിലേക്കും അവിടെ ആരോപിച്ചു. വലിയ തെറ്റാ സംഭവിച്ചത്. ആർക്കാ ആദ്യം തെറ്റ് പറ്റിയത്? ഒരു ബ്രാഹ്മണൻ മറ്റൊരാൾക്ക് ഇതുപോലെ ഒരുക്കി ഒഴിച്ചു. തെറ്റാണ്. പക്ഷെ അത് എല്ലാ ബ്രാഹ്മണരും ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ എല്ലാ ബ്രാഹ്മണർക്കുമായിട്ട് ജനറലാക്കിയിട്ട് അങ്ങനെ കൊടുത്തപ്പോൾ എല്ലാവർക്കും വല്ലാത്ത വിഷമായി. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അതിനൊരു നിയമമാക്കിയിട്ട് മാറ്റി. അത്രയേ ഉള്ളൂ. അപ്പോൾ അബദ്ധം പറ്റിയത് ഈ ഒരു തവണ ഇങ്ങനെ സംഭവിച്ചപ്പോൾ അങ്ങനെ ചെയ്യരുത്, നമ്മളിങ്ങനെ അങ്ങോട്ട് പോകണ്ടെന്ന് വെച്ചാൽ സംഗതി അവസാനിപ്പിച്ചായിരുന്നു. അപ്പം അങ്ങനെയല്ല ഉണ്ടായത്. അത്രയേ ഉള്ളൂ. എന്തായാലും വിഷയം അത്രയേ ഉള്ളൂ. ഭക്തന്മാർക്കേ ഇത് അർഹതയുള്ളൂ. എല്ലാ അർത്ഥത്തിലും ഭക്തി വേണം കേട്ടോ. ചെറിയ കാര്യത്തിലൊന്നും പോരാ, എല്ലാ അർത്ഥത്തിലും ഭക്തി വേണം. അങ്ങനത്തെവർക്ക് മാത്രമേ വേദം ശരിക്കും വേണ്ട രീതിയിൽ എടുക്കാൻ സാധിക്കുള്ളൂ. ഭാഗവതായാലും ശരി, അതിനെ വേണ്ട രീതിയിൽ ത്രയി ന ശ്രുതി ഗോചര, വേണ്ട രീതിയിൽ അതിനെ കേൾക്കാൻ അർഹതയില്ലാത്തവർക്ക് അതിനെ നിഷേധിക്കപ്പെട്ടു. അങ്ങനത്തെവർക്ക്, ഈ സ്ത്രീകൾക്ക്, ശൂദ്രന്മാർക്ക്, ദ്വിജന്മാർക്ക്, മറ്റേ അവിടെ ദ്വിജൻ ഉദ്ദേശിച്ച ബ്രാഹ്മണൻ എന്നല്ല, ദ്വിജൻ ഉദ്ദേശിച്ച ക്ഷത്രിയനും വൈശ്യനുമാണ്. കാരണം അവർക്ക് പൂർണ്ണൂലുണ്ട്, ദ്വിജത്വമുണ്ട്. അപ്പോൾ അങ്ങനത്തെവർക്കും ഈ കുട്ടികളെ തുടർന്നുള്ള മറ്റ് വേദാധികാരം ഇല്ലാത്തവർക്കും കർമ്മശ്രേയസി, ആ കർമ്മത്തിൻ്റെതായിട്ടുള്ള മുഴുവൻ ശ്രേയസ്സുകളെയും കിട്ടുവാൻ വേണ്ടിയിട്ട്, അപ്പോൾ കർമ്മം ചെയ്യണം. ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക തന്നെ വേണം. കുലത്തിനനുസരിച്ചും പ്രായത്തിനനുസരിച്ചും ലിംഗത്തിനനുസരിച്ചും ചെയ്യുക തന്നെ വേണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ മൂഢാനാം എന്നുള്ളത് ബുദ്ധിയില്ലാത്തവരെന്നും മറ്റേ വിഡ്ഢികളോ എന്നും അല്ല, മറിച്ച് ഈ ഒരു പ്രാവീണ്യം ഇല്ലാത്തത് കൊണ്ട്, ഈ അർഹത ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എന്ത് കിട്ടണം? ശ്രേയ ഏവം ഭവേത് ഇഹ, ഇവിടെ തന്നെ അത് ഭവിക്കും. ഇഹ, ഇവിടെ അത് ഭവിക്കും. എന്താ ഭവിക്കുക? ശ്രേയസ്. എങ്ങനെയുള്ള ശ്രേയസ്? മുക്തി കിട്ടാനുള്ള അത്രയും ശ്രേയസ്. ഇവിടെ എല്ലാ സുഖവും കിട്ടും, പിന്നെ മുക്തിയും കിട്ടും. ശ്രേയ ഏവം ഭവേദിഹ ഇതി ഭാരതം ആഖ്യാനം. അപ്പോൾ ഇവിടെ മഹാഭാരതം ആണ് ഉദ്ദേശിച്ചത്. മഹാഭാരതം 1,05,000 1,25,000 അത്രയും ശ്ലോകങ്ങളുള്ളതായിട്ടുള്ള ഈ മഹാഭാരതം കൃപയ, വളരെയധികം കൃപയോട് കൂടിയിട്ട്, കാരുണ്യഭാവത്തോട് കൂടിയിട്ട്, ഈ ജനവാത്സല്യത്തോട് കൂടിയിട്ട്, പൗരന്മാർക്ക് അവരോടുള്ള വാത്സല്യം കൊണ്ട് ഈ പ്രകാരത്തിൽ മുനിനാകൃതം, വേദവ്യാസ മുനിനാകൃതം, വേദവ്യാസൻ ചെയ്തു. അപ്പോൾ അവിടെ ഭാരതം മാത്രമല്ല കേട്ടോ, മറ്റു പുരാണങ്ങളും മറ്റില്ലാണ്ട്. സ്ത്രീശൂദ്രദ്വിജബന്ധൂനാം ത്രയീ ന ശ്രുതി ഗോചര കർമ്മശ്രേയസി മൂഢാനാം ശ്രേയ ഏവം ഭവേദിഹ ഇതി ഭാരതം ആഖ്യാനം കൃപയാ മുനിനാകൃതം. ഇപ്പോൾ ഇപ്രകാരത്തിൽ എല്ലാവർക്കും ഇത് സുഖത്തെ കിട്ടുവാൻ മാത്രമല്ല മുക്തിയും കിട്ടുവാൻ വേണ്ടിയിട്ട്, വേദാധികാരമില്ലാത്ത സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഫലം കിട്ടണം എന്ന നിലയ്ക്ക് ഭഗവാൻ ഈ കാര്യങ്ങളെ മുഴുവൻ ക്രോഡീകരിച്ചുകൊണ്ട് അതിൻ്റെ സാരം എടുത്തുകൊണ്ട് മഹാഭാരതത്തെ രചിച്ചു. മഹാഭാരതത്തെ രചിച്ചു എന്നാണ് വാച്യാർത്ഥം. പക്ഷെ അത് മാത്രമല്ല, മറ്റെല്ലാതും രചിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സാധാരണക്കാരനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നുമില്ല. എന്താ കാരണം? കൃപണവത്സലഹ. ഇപ്പം ഈ ഇതില്ലാത്തവർക്ക് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വാത്സല്യത്തോട് കൂടിയിട്ട്, കൃപയാ മുനിനാകൃതം, വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട്, സ്നേഹത്തോട് കൂടിയിട്ട്, വാത്സല്യത്തോട് കൂടിയിട്ട് ഭഗവാൻ ഇത് കാരുണ്യത്തോട് കൂടിയിട്ട് ചെയ്തു. എന്താ ചെയ്തത്? ഇതിൻ്റെ സാരത്തെ ഈ അന്നത്തെ ഭാഷയിലുള്ള സംസ്കൃതത്തിൽ പറഞ്ഞു, അതും ഈണത്തിൽ പറഞ്ഞു. അതിനെ എല്ലാവരും സ്വീകരിച്ചു. അതുകൊണ്ട് അവരൊക്കെ ഭക്തന്മാരായിട്ട് മാറി. ഏവം പ്രവൃത്തസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജാഃ
സർവാത്മകേനാവിയത നാതുഷ്യഹൃദയം തതഃ. ദ്വിജ അല്ലയോ, ഇവിടെ ദ്വിജൻ എന്ന് പറയുമ്പോഴേക്കും അവിടെ ബ്രാഹ്മണരായി. ഈ ശൗനകാദി മഹർഷിമാരെ ഉദ്ദേശിച്ചാണ് ഇവിടെ ദ്വിജ എന്ന് പറഞ്ഞത്. നേരത്തെ ശ്ലോകത്തിൽ ഈ ശൂദ്രനല്ല മറ്റേ വൈശ്യനും ക്ഷത്രിയനുമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിനെ നമ്മൾ വേണ്ട രീതിയിൽ എടുത്തിട്ടില്ല വെച്ചാൽ അത് അപകടം. അപ്പോൾ ഇവിടെ ദ്വിജ എന്ന് ഉദ്ദേശിച്ചത് മഹാബ്രാഹ്മണരെ, ശൗനകാദി മഹർഷിമാരെ സൂതം പറയാണ്. ഏവം ഇപ്രകാരം സദാ എല്ലാ സമയത്തും ഭൂതാനാം ഈ ജീവജാലങ്ങളുടെ മുഴുവൻ, അതേപോലെ തന്നെ പഞ്ചപ്രകൃതിയുടെ, അതാണ് ഭൂതാന എന്ന് പറയാനുള്ള കാരണം അങ്ങനെയാണ്. പഞ്ചപ്രകൃതിയുടെ എന്തൊക്കെയാ? പൃഥിവി, തേജോ, വായു, ആകാശ, അതേപോലെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ, അതിൻ്റെ തന്മാത്രകൾ, അതേപോലെ ഇന്ദ്രിയങ്ങൾ, അതേപോലെ മനുഷ്യരായാലും ശരി, സസ്യജാലങ്ങളായാലും ശരി, തിര്യക് ജാതികളായാലും ശരി, ദേവന്മാരായാലും ശരി, പ്രാണിവർഗ്ഗങ്ങളായാലും ശരി, എല്ലാവർക്കും ഇതേപോലെ അതിൻ്റെ ഗുണങ്ങളെ കിട്ടുവാൻ വേണ്ടിയിട്ട്, അതാണ് ഭൂതാനാം ശ്രേയസി, എല്ലാവരുടെയും ശ്രേയസ്സിന് വേണ്ടിയിട്ട്. മത്സ്യത്തിന് ജലത്തിൽ സുഖമായിട്ട് കഴിയാനുള്ളത് നമ്മൾ കൊടുക്കണം, നഞ്ഞിടരുത്, മണനൊഴിക്കരുത്. അപ്പോൾ ശ്രേയസി സർവാത്മകേന അഭി, എല്ലാ അർത്ഥം കൊണ്ടും അതിൻ്റെ ഒരു ഈ ചൈതന്യഭാവമുണ്ട്. അതുകൊണ്ട് ആത്മകേന അഭി, ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടേതായിട്ട് ആണ് വരിക. നമ്മളാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ നമ്മുടേതായിട്ടാണ് വരിക. അപ്പോൾ അത് ജീവനെയാണ് ബാധിക്കുക. അതുകൊണ്ട് എല്ലാ കർമ്മവും ഇപ്രകാരത്തിൽ സർവാത്മകേനാഭി, എല്ലാ അർത്ഥത്തിലും എന്ന സാരത്തിലാണ്. എല്ലാ അർത്ഥത്തിലും പ്രവൃത്തസ്യ ഹൃദയം, അത് പ്രവർത്തിച്ചിരിക്കുന്ന ഈ ഭഗവാൻ വ്യാസൻ്റെ ഗുരു എന്ന നിലയ്ക്കും, അതേപോലെ ഈ ഈശ്വരൻ എന്ന നിലയ്ക്കും, അതേപോലെ എല്ലാവർക്കും ഈ സഹായത്തെ കൊടുക്കുക എന്ന പാലകൻ എന്ന നിലയ്ക്കും ഭഗവാൻ എന്ത് ചെയ്തു? ഈ പ്രവൃത്തസ്യ ഹൃദയം, ഇങ്ങനെ പ്രവർത്തിച്ചിരിക്കുന്ന ആ വ്യാസഭഗവാന്റെ ഹൃദയം യഥാ ന അതുഷ്യത്, എപ്പോഴൊക്കെയാണോ സന്തോഷത്തെ കിട്ടാതിരുന്നത്. ഇപ്പം നമ്മൾ എത്രയോ 2800 വീഡിയോ എൻ്റെ ഉണ്ട്. ഞാൻ പറയുന്നത് ശരിയല്ലാഞ്ഞിട്ടോ, അതിനെ സ്വീകരിക്കുന്ന വിധം ശരിയല്ലാഞ്ഞിട്ടോ, അതിന് ഓഡിയൻസും ഇല്ല, ലൈക്ക് ഇല്ല, മറ്റേ കമൻ്റ് ഇല്ല, അങ്ങനെയില്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൈസയും കിട്ടില്ല, മനസ്സിലായില്ലേ? സബ്സ്ക്രൈബേഴ്സ് ഇല്ല, എനിക്ക് പൈസ കിട്ടില്ല. എന്താ കാരണം? ഞാൻ കൊടുക്കുന്നത് ഒരു പക്ഷേ ശരിയാകുന്നുണ്ടാവില്ല, ഇതിനെ സ്വീകരിക്കണമെന്ന് അവർക്ക് തോന്നുന്നുണ്ടാവില്ല സാർവത്രികമായിട്ട്. ഇന്നിപ്പോൾ മറ്റേ ചോറ് വയ്ക്കുന്നതും കൂട്ടാൻ വയ്ക്കുന്നതും വസ്ത്രത്തിൽ മറ്റേ പെയിൻറ്റ് അടിക്കുന്നതൊക്കെ ആയാൽ അത് കൂടുതൽ ആൾക്കാർ സ്വീകരിക്കും. അപ്പം അതുകൊണ്ട് കാര്യമില്ല. ഭാഗവതം വേണിച്ചാൽ അത് വേണമെന്ന് തോന്നുന്നതന്നെ വേണം. പിന്നെ എൻ്റെ ഈ പ്രസൻറ്റേഷൻ, അതായത് ഞാൻ മറ്റേ അവതരിപ്പിക്കുന്ന ആ രീതി ഇഷ്ടമല്ലെങ്കിലും അത് സ്വീകരിക്കാൻ ഇഷ്ടപ്പെടില്ല. അതേപോലെ തന്നെ ഞാൻ പറയുന്നതിൽ അത് ശരിയല്ല എന്ന് തോന്നിയാലും അത് സ്വീകരിക്കപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് അത് സ്വീകരിക്കാൻ അർഹതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ആ രീതിയിൽ അതിനെ ഉൾക്കൊണ്ടാൽ മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. എന്ന കൂട്ടത്തിൽ ഭഗവാൻ വ്യാസൻ ഇത് ചെയ്തപ്പോൾ പോലും എന്ത് സംഭവിച്ചു? ആരും സ്വീകരിച്ചില്ല. എന്ത് സ്വീകരിച്ചില്ല? ഭാരതത്തെ ഇതേപോലെ യജ്ഞമായിട്ട് എവിടെയെങ്കിലും അവതരിപ്പിക്കാറുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു ഭാരതം വായിച്ചു വെച്ചാൽ വായിച്ചു. വൈശമ്പായനൻ മറ്റേ മഹാഭാരതം മുഴുവൻ ജനമേജയന് വായിച്ചു കൊടുത്തു. ജനമേജയന് ഒരു ഗുണമുണ്ടായില്ല. അപ്പോൾ ജനമേജയൻ വ്യാസനോട് പറഞ്ഞു, അങ്ങ് എഴുതിയ ഭാരതം അങ്ങയുടെ ശിഷ്യനായിട്ടുള്ള വൈശമ്പായനൻ എനിക്ക് കേൾപ്പിച്ചു തന്നു, പക്ഷേ എൻ്റെ അച്ഛന് മുക്തി കിട്ടിയില്ല, എൻ്റെ മനസ്സിന് സമാധാനം കിട്ടിയിട്ടില്ല, അങ്ങ് എന്നെ രക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. എന്നിട്ടാണ് ദേവീഭാഗവതം വായിച്ചു കൊടുത്തത് വ്യാസൻ. അങ്ങനെയാണ് ജനമേജയന് മനസ്സിന് സമാധാനം കിട്ടിയത്. അംബാമകം ചെയ്യാനും പറഞ്ഞു, അതേപോലെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനും പറഞ്ഞു. അച്ഛന് മുക്തി കിട്ടിയതായിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പരീക്ഷത്തിന് മുക്തി കിട്ടിയത് ജനമേജയന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ വ്യാസന് പോലും ഇത് സംഭവിച്ചില്ല. ഭാരതം എഴുതിയിട്ടും മറ്റ് പുരാണങ്ങളൊക്കെ എഴുതിയിട്ടും മനസ്സിന് സമാധാനം കിട്ടിയില്ല. നോക്കണേ, അപ്പോൾ നമ്മുടെയൊക്കെ കാര്യം എവിടെ എത്തി? ഏവം പ്രവൃത്തസ്യ, ഇങ്ങനെയൊക്കെ നന്നായിട്ട് തന്നെ പ്രവർത്തനം ചെയ്തതായിട്ടുള്ള ഈ വ്യാസഭഗവാന്റെ, അതും എങ്ങനെ? സദാ, എപ്പോഴും. ആർക്കൊക്കെ? ഭൂതാനം, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എന്നിട്ടോ ശ്രേയസി, എല്ലാവർക്കും ഈ ശ്രേയസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദ്വിജാഹാം, ഈ സാർവത്രികമായിട്ട് എല്ലാവർക്കും ഇതിൻ്റെ ഗുണത്തെ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ആര് ചെയ്തത്? വ്യാസൻ ചെയ്തത്. എന്നിട്ടോ ശ്രേയസി, ഈ ശ്രേയസിൽ നിന്ന് എന്ത് കിട്ടി? വ്യാസന് പോലും മനസ്സമാധാനം കിട്ടിയില്ല, പിന്നെ ബാക്കിയുള്ളവർക്ക് ശ്രേയസ് കിട്ടുമോ? കിട്ടിയില്ല എന്ന് മനസ്സിലായി. ശ്രേയസ് എവിടെയാണ് കിടക്കുന്നത്? ഭാഗവതത്തിലാണ് കിടക്കുന്നത്, ഭഗവത് തത്വത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഭഗവത് തത്വത്തിൽ, ഭാഗവതത്തിൽ കിടക്കുന്നത് ഈ ഭാരതത്തിൽ അല്ലെങ്കിൽ മറ്റു പുരാണങ്ങളിൽ വേണ്ട രീതിയിൽ
പുറമേക്ക് അങ്ങോട്ട് പുറമേക്ക് ഉന്തി നിൽക്കണം, പുറമേക്ക് മുഴച്ചു നിൽക്കണം. അതുണ്ടായില്ല. ഭഗവാനായിരുന്നില്ല നായകൻ. അതാണ്, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ശ്രേയസി സർവാത്മകേന അഭി, എല്ലാ അർത്ഥത്തിലും അത് കിട്ടിയില്ല എന്നതുകൊണ്ട് പ്രവൃത്തസ്യ ഹൃദയം യഥാ ന അതുഷ്യത്, എപ്പോഴാണോ ഈ ഇങ്ങനെയൊക്കെ എഴുതിയതായിട്ടുള്ള വ്യാസന്റെ മനസ്സിന് പോലും സന്തോഷത്തെ ലഭിച്ചില്ല, അപ്പോൾ എന്തു ചെയ്തു? നല്ലോണം ചിന്തിച്ചു, എന്നിട്ട് ഭാഗവതം എഴുതി. അതാണ്. ആ സമയത്താണ് നാരദന്റെ വരവും അങ്ങ് ഇത് ചെയ്തോളൂ എന്ന് പറയുന്നു. മാത്രമല്ല ഒരു ആത്മവിമർശനം നടത്തി. അത് നല്ലൊരു കൗൺസിലിംഗ് ആണ്. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എന്ത് കിട്ടി? ഞാനിത് ചെയ്തു കഴിഞ്ഞപ്പോൾ ലോകർക്ക് എന്ത് കിട്ടി? ഞാനിത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഭഗവാൻ എപ്രകാരത്തിൽ ഇതിനെ സ്വീകരിച്ചു? ഭഗവാൻ സ്വീകരിക്കാത്തതുകൊണ്ടല്ലേ എനിക്കും ഈ ലോകർക്കും അതിൻ്റെ ഗുണഫലത്തെ കിട്ടാത്തത്? ആത്മവിമർശനം നടത്തി കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിയായ നാരദൻ വന്നത്. അപ്പോഴാണ് നായകനാക്കിയത്. അപ്പോഴാണ് ഭാഗവതം രചിച്ചത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ശ്ലോകങ്ങൾ ഒരു നല്ല കൗൺസിലിങ്ങാണ്. ഇപ്പോൾ ഈ പറഞ്ഞൊക്കെ അതെ കേട്ടോ, അതിൽ പെട്ടതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ? നമ്മളൊക്കെ എല്ലാവരും ദുഃഖം അനുഭവിക്കുന്നവരാ. ദുഃഖം അനുഭവിക്കാത്ത ഒരാളുമില്ല. വേദനയോ ദുഃഖമോ ഈ പാപഫലമായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് ചിലത് അസഹനീയം എന്ന് തോന്നും. അതിനെ നമ്മൾ മറക്കുക തന്നെ വേണം. ഞാൻ വ്യക്തിയിൽ പോയിട്ട് ഒരു പരിഹാരം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം അവരോട് പറഞ്ഞത്, ഇതിന് കാരണമായിട്ടുള്ള ഈ ചിത്രത്തെ ഇവിടെ നിന്നും മാറ്റൂ. ആ ചിത്രത്തെ മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ അതിനെ മൂടി വെച്ചു. മാറ്റമല്ലാണ്ടായത്, മൂടി വയ്ക്കാണ്ടായത്. അപ്പോൾ തന്നെ അവരുടെ പകുതി ആശ്വാസം അവർക്ക് കിട്ടി. അപ്പോൾ ചില ബിംബങ്ങൾ നമ്മുടെ ഉള്ളിൽ ബന്ധു എന്ന നിലയ്ക്കും, അതേപോലെ ഇപ്പോൾ ജനമേജന സംഭവിച്ച പോലെ, ജനമേജനെ എന്തുകൊണ്ട് സംഭവിച്ചു? ഉത്തങ്കൻ വന്നിട്ട് ഈ പ്രേരണ കൊടുക്കുന്നത് വരെ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഉത്തങ്കൻ വന്നിട്ട് ഈ അച്ഛന് മുക്തി കിട്ടിയിട്ടില്ല. അച്ഛന് മുക്തി കിട്ടാതിരിക്കാനുള്ള കാരണം തക്ഷകൻ വന്നിട്ട് കൈക്കൂലി കൊടുത്തിട്ട് കശ്യപനെ തിരിച്ചയച്ചു. അപ്പോൾ തക്ഷകനെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞു. ശരിയാണല്ലോ, അച്ഛന് കിട്ടിയില്ലല്ലോ, അയ്യോ, പിന്നെ മകൻ ജീവിച്ചിരുന്നതിന് എന്താ കാര്യം? ഇതെങ്ങനെയാ പാഖണ്ഡമാവുക? പാഖണ്ഡമായതെന്താ? ഈ ഉത്തങ്കൻ പറയുന്ന വാക്കാണ്. അത് ഉത്തങ്കൻ്റെ ഒരു സ്വാർത്ഥമായിരുന്നു. ഇതെങ്ങനെ ജനമേജനെ ബാധിച്ചു? ജനമേജൻ ഈ പറഞ്ഞ ശരി എന്ന് കണക്കാക്കി. അതിൻ്റെ ശരിതെറ്റുകളെ വിശകലനം ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല. മൂഢഭാവം ഉണ്ടായിരുന്നു. മൂഢനായിരുന്നു. ബുദ്ധിയില്ല. എന്ത് ചെയ്യും? ദുർമേധൈഹി പുരുഷൈഹി, ആ ഭാവത്തിലായിരുന്നു ജനമേജൻ. അപ്പോൾ എന്ത് കിട്ടിയില്ല? ഈ ബുദ്ധി പ്രയോഗിക്കാൻ സാധിച്ചില്ല. സ്വാഭാവികമായിട്ടും സംഭവിച്ചു, പാഖണ്ഡം സംഭവിച്ചു. പാഖണ്ഡം സംഭവിച്ചപ്പോൾ എന്തായി? സർപ്പസത്രം നടത്തണം എന്നാണ് പറഞ്ഞത്. ഈ സർപ്പങ്ങളെ മുഴുവൻ തക്ഷകനെ ഹോമിക്കാൻ വേണ്ടിയിട്ടേ, തക്ഷകനെ ഈ ഹോമകുണ്ഡത്തിലേക്ക് ആവാഹിച്ച് ഹോമിക്കാൻ വേണ്ടിയിട്ട്, വധിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. യാഗം നടത്തി. അപ്പോൾ ബ്രഹ്മാവും ഇന്ദ്രനും എല്ലാവരും കൂടി വന്ന് തടുത്തു. ആസ്തികൻ എന്ന ആ ജലൽക്കാരുവിൻ്റെ മകൻ, ആസ്തികൻ, ജലൽക്കാരു കൃഷ്ണഭക്തന്മാരുടെ അച്ഛനും അമ്മയും കൃഷ്ണഭക്തന്മാരാ. ആ ആസ്തികൻ അതും വന്നു തടുത്തു. പിന്നീടുണ്ടായത് ദേവീഭാഗവതം കേട്ടിട്ട് മുക്തി കിട്ടലാണ്. രണ്ടുപേർക്കും മുക്തി കിട്ടി. ഈ വിഷമത്തിൽ നിന്നും ജനമേജനും മുക്തി കിട്ടി, ഈ മനോഭാവം മാറി. അതേപോലെ തന്നെ അച്ഛന് മുക്തി കിട്ടിയതായിട്ട്, പരീക്ഷത്തിന് മുക്തി കിട്ടിയതായിട്ട് വ്യാസൻ ഈ ജനമേജനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ എന്ത് വേണം? ദൃഷ്ടിം തഥാ പ്രതിനിവൃത്യ. അപ്പം അതിനുള്ള ഉപായമാണ്. നമ്മുടെ ഒരു ബിംബം, ഈ ദുഃഖത്തിന് കാരണമായിട്ടൊരു ബിംബം ഉണ്ടാവും. ഒരു കഥാസന്ദർഭമാവാം. അതല്ല വെച്ചാൽ നമ്മളതിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള അറ്റ് ദാ ടൈം നമുക്കുണ്ടായിട്ടുള്ള ഫീലിംഗ് ആവാം. ഇത് എല്ലാവർക്കും സ്വതേ ഫീലിംഗ് ഉണ്ടെങ്കിലും ഞാനതിനെ ഏറ്റെടുത്തു. അപ്പം ഞാൻ അതിൽ നിന്നും പിന്മാറണം. അതുകൊണ്ട് എൻ്റെ ദൃഷ്ടിയും തഥാ പ്രതിനിവൃത്തി, അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിന് പിൻവലിക്കണം. ഇത് പിൻവലിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കണ്ട് ഈ ദുഃഖഭാവത്തിൽ നിന്നും മോചിതനാവും. ആ മോചനമാണ് നമുക്ക് കിട്ടേണ്ടത്. അതാണ് ഇവിടെ വ്യാസം ചെയ്തത്. എന്താ വ്യാസം ചെയ്തത്? ഞാനിതാ ഇപ്രകാരത്തിലൊക്കെ പറഞ്ഞു എങ്കിലും ആ പറഞ്ഞതിനെ ജനങ്ങൾ സ്വീകരിച്ചിട്ടില്ല, ഭഗവാൻ സ്വീകരിച്ചില്ല, എനിക്കും അത് വേണ്ടത്രയായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ഭഗവാനെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. പറയുന്ന ആഖ്യാനത്തെ ലേശം വ്യത്യാസപ്പെടുത്തി.
അത്രയേ ഉള്ളൂ. അതായത് എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവും. തന്തയുടെ തല, പിതാവിൻ്റെ ശിരസ്. അപ്പോൾ നമുക്ക് രണ്ടും വേഗം മനസ്സിലായി. അപ്പോൾ ഈ പിതാവിൻ്റെ ശിരസ്സായിട്ട് അതിനെ മാറ്റാം, അത്രയേ ഉള്ളൂ. അത് മാറ്റി കഴിഞ്ഞപ്പോൾ ശരിയായി. ഇനി അതിൻ്റെ കർമ്മം, ക്രിയ എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ എൻ്റെ അച്ഛൻ്റെ ശിരസ്സിലേക്ക് പുഷ്പങ്ങളെ അർപ്പിച്ചു. ഞാൻ എൻ്റെ അച്ഛൻ്റെ ശിരസ്സിലേക്ക് ചുറ്റിക കൊണ്ട് അടിച്ചു. ചുറ്റിക കൊണ്ട് എന്താ വെച്ചാൽ പ്രയോഗിച്ചു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? വളരെ ശരിയാ. പിതാവിൻ്റെ ശിരസ്സിലേക്ക് ചുറ്റിക കൊണ്ട് അടിച്ചു. തന്തയുടെ തലയിലേക്ക് ഞാൻ പൂവിട്ടു. എന്താ മനസ്സിലായേ? ഇതിനെ ഉൾക്കൊള്ളേ വേണ്ടൂ. ഈ ഭാവത്തെ നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് എത്തും. പിതാവിൻ്റെ ശിരസ്സിലേക്ക് എനിക്ക് എൻ്റെ പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കാരണക്കാരനായില്ലേ, അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ ശിരസ്സിലേക്ക് എൻ്റെ ഹൃദയമാകുന്ന പുഷ്പങ്ങളെ സമർപ്പിച്ചു, കാൽക്കൽ നമസ്കരിച്ചു. ഇത്രയേ വേണ്ടൂ. അപ്പോൾ ഇത് വ്യാസൻ ചെയ്തപ്പോൾ വ്യാസന് സമാധാനം കിട്ടി. ഇനി അതിൻ്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഏവം പ്രവൃത്തസ്യ. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് നമ്മിലേക്ക് എത്തിക്കുക? നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ പ്രവൃത്തിയും, രാവിലെ സ്നാനം തൊട്ടിട്ട് വൈകുന്നേരം രാത്രി കിടക്കുന്നത് വരെയുള്ള എല്ലാ പ്രവൃത്തികളും അന്യർക്ക് ഉപദ്രവമല്ലാതെ കൊണ്ട് വരുന്നുണ്ടോ? ഏത് തരത്തിലായാലും വേണ്ടില്ല, ചെറിയ കാര്യം തൊട്ട് വലിയ രീതിയിൽ തന്നെ ഉപദ്രവമല്ലാതെ കൊണ്ട് വരുന്നുണ്ടോ? ഇത് ഉറപ്പിച്ചാൽ, ഞാൻ മൂലം മറ്റൊരാൾക്ക് ഒരു വിഷമവും വരുന്നില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് ഈ ദൃഷ്ടിം തഥാ പ്രതിനിവൃത്തിയ ഭഗവാനാൽ തരപ്പെട്ടോളും. നമ്മുടെ ഈ ബിംബം നമ്മളെ ഫീൽ ചെയ്യിക്കില്ല, ഈ ബിംബം നമ്മളെ കീഴടക്കില്ല. ഈ ദുഃഖബിംബം, ഈ പാപം, ഇന്നത്തെ ഒരു പാപമുണ്ട്, ആ പാപം കാരണം ഇത് വേണ്ടി വന്നത്. അപ്പം ആ പാപം നമ്മിലേക്ക് വരാതെ കണ്ടിരിക്കും. ഇത് ഉറപ്പാണ് കേട്ടോ. വരും. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കുണ്ടായിട്ട് ചില വിഷമങ്ങൾ ഭാഗവതത്തിൻ്റെ ശേഷമാണ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. സ്വാനുഭവമാണ്. അപ്പോൾ ഇത് എല്ലാ കാര്യത്തിലും സംഭവിക്കും. അത് എത്രത്തോളം അതിനെ ആശ്രയിക്കുന്നു അത്രത്തോളമേ സംഭവിക്കൂ. ഇൻവോൾവ്മെൻറ്റ് മുഴുവൻ ഭാഗവതത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ലോകത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾക്കോ ഭർത്താവിനോ അല്ലെങ്കിൽ മറ്റേ മുത്തശ്ശനോ പേരക്കുട്ടിക്കോ ആർക്കാ വേണ്ടത് ചെയ്തു കൊടുക്കണം. ഇന്നിപ്പോൾ മുത്തശ്ശിമാർ മറ്റേ പേരക്കുട്ടികളെ നോക്കിക്കൊണ്ട് ആയപ്പണി ചെയ്യാണ്, ശമ്പളമില്ലാതെ കണ്ട് മകൻ നമ്മളെ ജോലി ചെയ്യിക്കുകയാണ്. പക്ഷേ നമ്മൾ അതിൽ കണ്ടെത്തുന്നതായിട്ടുള്ള ഈ സച്ചിദാനന്ദം ഉണ്ടല്ലോ, സംഗതി അവരെ കുളിപ്പിക്കുക, ശുശ്രൂഷിക്കുക, പുറപ്പിടിക്കുക, മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ശാസിക്കാനായിട്ട് പാടില്ല. എന്നാ മകൻ ചൊല്ലിയെടുക്കും, മരുവളും ചൊല്ലിയെടുക്കും. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആ സമയത്തെയും അതിൻ്റെ ഒരു പൂജ പോലെ നമ്മൾ ചെയ്യണം. ഇത് പൂജയായിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ ഭഗവാൻ നമ്മിലേക്ക് എത്തും. നമ്മൾ ചെയ്യുന്നത് പേരക്കുട്ടിയെ നോക്കുക, മകന് സന്തോഷം, പേരക്കുട്ടിക്ക് സന്തോഷം. പക്ഷേ നമുക്ക് സന്തോഷം കിട്ടുന്നില്ല വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ പേരക്കുട്ടിയെ ഈശ്വരനായിട്ട് കണ്ടിട്ടില്ല എന്നാ. നമ്മൾ ഈ പേരക്കുട്ടിയെ ഈശ്വരനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കണ്ട് സന്തോഷം അനുഭവിക്കും. അപ്പോൾ നമുക്ക് എന്താണോ നമ്മുടെ കയ്യിൽ കിട്ടിയത് അതിനെ വേണം ഈശ്വരനായിട്ട് കാണാൻ. എന്ത് പ്രവൃത്തിയാലും വേണ്ടില്ല, അതിനെ വേണം ഈശ്വരനായിട്ട് കാണാൻ. വിറക് കീറുകയാണ്, അതാണ് ഈശ്വരൻ. ഈ വിറക് കീറണം എന്തിനു വേണ്ടിയിട്ടാ? നേദ്യം വയ്ക്കാനാ, അതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇപ്പോൾ ശവം ദഹിപ്പിക്കാനാ. അവിടെ ശുദ്ധി പ്രക്രിയ നടക്കണതേ. അപ്പോൾ ശവം ദഹിപ്പിക്കാനെടുത്താലും ഹോമത്തിനെടുത്താലും നേദ്യം വയ്ക്കാനെടുത്താലും നീ ചോറും കൂട്ടാൻ വെക്കാനെടുത്താലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അശണ്ഠകളെ കത്തിക്കാൻ വേണ്ടിയിട്ട് വെച്ചാലും ഞാനുണ്ടാക്കുന്ന ഈ വിറക് ഇതിന് ഉപകാരമാവും, ശുദ്ധി പ്രക്രിയയ്ക്ക് ഉപകാരമാവും. എൻ്റെ മനസ്സും അതേപോലെ ശുദ്ധമാവട്ടെ. ഇങ്ങനെ വേണം നാം ചിന്തിക്കാൻ. അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? എന്താണോ കിട്ടേണ്ടത് അത് കിട്ടുള്ളൂ. ഇപ്പോൾ കുറേ ആൾക്കാർ ഇതിൽ നിന്ന് ലെഫ്റ്റായിട്ട് പോകുന്നുണ്ട്. ഞാൻ ആലോചിക്കുകയാണ്, ഈ പ്രാക്ടിക്കൽ പറയുന്നതിനെ എടുക്കാൻ സാധിക്കണം. അതുവരെ ഭാഗവതം ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ചിലവർ ചോദിച്ചു, ഇതിനെന്താ അത്ര പറയാനുള്ളത്? ശരിയാണ്, ഇതിലൊന്നും പറയാനില്ല. കൂട്ടി പറയണം, ചിലത് കൂട്ടി പറയണം. ഞാൻ പറയുന്നത് പാഖണ്ഡല്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. വക്രിച്ച് എൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് ഒന്നും പറയണില്ല എന്നതിന് എനിക്ക് ഉറപ്പാണ്. ഇത് നിങ്ങളും അതേ രീതിയിൽ ഇതിനെ സ്വയമേവ വ്യാഖ്യാനിക്കുക. ഞാൻ പറയുന്നത് ഒരു തവണ കേൾക്കണ്ടു. പിന്നെ നിങ്ങൾ സ്വയമേവ ഇതിൻ്റെ ഈ അർത്ഥത്തെ സ്വയം വ്യാഖ്യാനിക്കുക.
അപ്പോഴാണ് ഭാഗവതം നമ്മിലേക്ക് കയറുക. അതിന് ഇത് പ്രേരകമാകട്ടെ. അത്രയേ ഉള്ളൂ. ഏവം പ്രവൃത്തസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജാഃ സർവാത്മകേനാപീത നാദുഷ്യത് ഹൃദയം തഥാ. ഭഗവാൻ വ്യാസന് പോലും ഇത്രയും കൂടുതൽ പ്രവൃത്തി ചെയ്തിട്ട് ഭൂതങ്ങൾക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇന്നല്ല എല്ലാവർക്കും വേണ്ടിയിട്ട്, അവരുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് ചെയ്തിട്ട് പോലും ശൗനകാദി മഹർഷിമാരെ സ്വതം പറയാ സംബോധന ചെയ്തുകൊണ്ടാണ് പറയണത്. എന്നിട്ടും ഇത്ര എന്നെ സമർപ്പണ ഭാവത്തോടു കൂടിയ സർവാത്മകേനാവി എല്ലാ അർത്ഥത്തിലും അത് ചെയ്തു കൊടുത്തിട്ടും എന്നാ അതുഷ്യത് സന്തോഷം ഉണ്ടായില്ല. അപ്പോൾ ആ ഹൃദയം പോലും ലേശം, ഭഗവാൻ വ്യാസന്റെ ഹൃദയം പോലും ലേശം വേദനിച്ചു എങ്കിൽ അത് നമ്മിലേക്കൊന്ന് അന്വയിക്കാം. അത് നമ്മിലേക്ക് അന്വയിക്കേണ്ടത്. ഭഗവാൻ അവിടുന്ന് ചെയ്തത് എന്താ? സാരം സാരം ഉദ്ധൃതം ഇതം ഭാഗവതം രചിച്ചു. ഇനി നമുക്കത് അടുത്തേൽ കേൾക്കാം. ഇപ്പോൾ 10ാമത്തെ ഭാഗമായിട്ട് 25ഉം 26ഉം 2 ശ്ലോകങ്ങളെയാണ് പറഞ്ഞത്. ഇത് കേൾക്കുക. ശ്രീഹരേ ഗുരുവായൂരപ്പ. നാരായണ നാരായണ നാരായണ.